ഗൾഫ് നാടുകളിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ഒട്ടേറെ ആളുകൾ ഒഴിവു സമയങ്ങളിലോ അല്ലെങ്കിൽ അധിക വരുമാനം ലക്ഷ്യമിട്ടോ ചെയ്യുന്ന ഒന്നാണ് സ്വന്തം സ്വകാര്യ വാഹനങ്ങളിൽ ആളുകളെ യാത്രയാക്കുന്ന സർവീസുകൾ. പ്രവാസികൾക്കിടയിൽ സ്പെഷ്യൽ സർവീസ് അല്ലെങ്കിൽ ഫ്രീലാൻസ് റൈഡ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ രീതി ഒരു ചെറിയ സഹായമെന്ന നിലയിലോ അല്ലെങ്കിൽ എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴിയെന്ന നിലയിലോ ആണ് പലരും കാണുന്നത്. എന്നാൽ ആധുനിക നിയമനിർമ്മാണങ്ങളിലൂടെ ഗതാഗത മേഖലയെ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സൗദി അറേബ്യയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കടുത്ത കുറ്റകൃത്യമായി മാറിയിരിക്കുകയാണ്. ഒരു ചെറിയ ലാഭത്തിനു വേണ്ടി നടത്തുന്ന ഈ അനധികൃത ഡ്രൈവിംഗ് വർഷങ്ങളുടെ പ്രവാസ സമ്പാദ്യവും ജീവിതമാർഗവും തകർത്തെറിയുന്ന വലിയൊരു ദുരന്തത്തിലേക്ക് പ്രവാസികളെ തള്ളിയിടുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് റിയാദിൽ നിന്ന് പുറത്തു വന്ന വാർത്ത. സൗദി ഗതാഗത അതോറിറ്റിയുടെ റിയാദിലെ പ്രത്യേക സമിതി 3 പ്രവാസികൾക്കെതിരെ വൻതുക പിഴയും നാടുകടത്തൽ ഉത്തരവും പുറപ്പെടുവിച്ചത് പ്രവാസ ലോകത്ത് വലിയ ജാഗ്രതാ നിർദ്ദേശമായി മാറിയിരിക്കുകയാണ്. അനധികൃതമായി സ്വന്തം പ്രൈവറ്റ് വാഹനങ്ങളിൽ യാത്രക്കാരെ കയറ്റി സർവീസ് നടത്തിയത് തെളിഞ്ഞതോടെയാണ് ഇന്ത്യക്കാരനായ ഷാഫി നൂർ ഹസൻ, ഈജിപ്ഷ്യൻ സ്വദേശിയായ മുഹമ്മദ് ഖാലിദ്, ചാഡ് സ്വദേശിയായ അബ്ദുൾ റഹ്മാൻ മുഹമ്മദ് എന്നിവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടി സ്വീകരിച്ചത്. 3 പേരിൽ നിന്നുമായി ആകെ 35,000 റിയാലാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ഷാഫി നൂർ ഹസനും മുഹമ്മദ് ഖാലിദിനും 12,000 റിയാൽ വീതവും അബ്ദുൾ റഹ്മാൻ മുഹമ്മദിന് 11,000 റിയാലുമാണ് പിഴ വിധിച്ചത്. പിഴത്തുക പൂർണ്ണമായി ഒടുക്കിയ ശേഷം ഇവരെ 3 പേരെയും സൗദി അറേബ്യയിൽ നിന്നും നാട് കടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സൗദിയുടെ പുതിയ റോഡ് ട്രാൻസ്പോർട്ട് നിയമപ്രകാരം ആവശ്യമായ ഔദ്യോഗിക ലൈസൻസുകളോ പെർമിറ്റുകളോ ഇല്ലാതെ പണം വാങ്ങി യാത്രക്കാരെ കൊണ്ടുപോകുന്നത് തികച്ചും നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. കേവലം പിഴയിലും നാടുകടത്തലിലും മാത്രം ഒതുങ്ങുന്നതല്ല ഇവിടുത്തെ ശിക്ഷാ നടപടികൾ. ലാൻഡ് ട്രാൻസ്പോർട്ട് നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് നിയമലംഘകരുടെ പേരുകളും തീരുമാനങ്ങളുടെ ചുരുക്കവും പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വന്തം പേരിലോ സുഹൃത്തുക്കളുടെ പേരിലോ ഉള്ള പ്രൈവറ്റ് പ്ലേറ്റ് വാഹനങ്ങൾ ഉപയോഗിച്ച് പണം ഈടാക്കി യാത്രക്കാരെ കടത്തുന്നത് ഗതാഗത അതോറിറ്റി തികച്ചും നിയമവിരുദ്ധമായി കണക്കാക്കുന്നു. പ്രത്യേകിച്ച് വിമാനത്താവളങ്ങൾ, ബസ് ടെർമിനലുകൾ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ വെച്ച് ആളുകളെ വിളിച്ചു കയറ്റുന്നതും പിന്തുടരുന്നതും കണ്ടെത്താൻ കടുത്ത നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. യാത്രക്കാരെ കയറ്റാൻ ഉദ്ദേശിച്ച് ആളുകൾ തടിച്ചുകൂടുന്ന സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുന്നത് പോലും ശിക്ഷാർഹമായ കുറ്റമായി കണക്കാക്കപ്പെടുന്നു. ഇത്തരം നിയമലംഘനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ വാഹനങ്ങൾ 60 ദിവസം വരെ പിടിച്ചെടുക്കാനും തുടർച്ചയായ ലംഘനമാണെങ്കിൽ ലേലം ചെയ്ത് വിൽക്കാനും നിയമത്തിൽ വ്യക്തമായി വ്യവസ്ഥയുണ്ട്. യാത്രക്കാരുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുക, വാഹനാപകട ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭ്യമാക്കുക, ലൈസൻസ് ഉള്ള ടാക്സി ഡ്രൈവർമാരുടെയും അംഗീകൃത ആപ്ലിക്കേഷനുകളുടെയും വിപണി സംരക്ഷിക്കുക എന്നിവയാണ് സൗദി ഗതാഗത മന്ത്രാലയം ഈ കർശന നടപടികളിലൂടെ ലക്ഷ്യമിടുന്നത്. നാട്ടിൽ നിന്ന് വരുന്ന ബന്ധുക്കളെയോ സഹപ്രവർത്തകരെയോ വിമാനത്താവളങ്ങളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന വേളകളിൽ പോലും സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നുണ്ടോ എന്ന് അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിക്കാറുണ്ട്. അറിയാതെ ചെയ്യുന്ന നിസ്സാര തെറ്റാണെന്ന് കരുതി ഇത്തരം സ്പെഷ്യൽ സർവീസുകളിൽ ഏർപ്പെടുന്ന പ്രവാസികൾ തിരിച്ചറിയേണ്ടത് ഒരു കാര്യമാണ്. നിയമത്തിന്റെ കണ്ണു തെറ്റിച്ചു നേടുന്ന ഏതാനും റിയാലുകൾക്ക് പകരമായി കൈവിട്ടു പോകുന്നത് സ്വന്തം തൊഴിലും കുടുംബത്തിന്റെ പ്രതീക്ഷകളും ആതിഥേയ രാജ്യത്ത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവുമാണ്. അംഗീകൃത ടാക്സി പ്ലാറ്റ്ഫോമുകളിലൂടെയോ ഔദ്യോഗിക പെർമിറ്റുകളിലൂടെയോ മാത്രം ഗതാഗത ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാമൂഹിക പ്രവർത്തകരും അഭ്യർത്ഥിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.